തെറിച്ച് കളയും. വലിയവരാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് നടക്കും. അതുകൊണ്ടാണ് ഇവനെ മാറ്റിയിട്ടിരിക്കുന്നത്. 2-3 ദിവസമായിട്ട് നമ്മൾ ഫുഡൊക്കെ കൊടുത്ത്, അതായത് ഫുഡെന്ന് പറയുമ്പോൾ പെല്ലറ്റ് നമ്മൾ കൊടുക്കാറുണ്ട് കേട്ടോ. പെല്ലറ്റൊക്കെ കൊടുത്ത് വെള്ളമൊക്കെ ഒന്ന് കലങ്ങിയിരിക്കും കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് മാറ്റി അത്യാവശ്യം നല്ലൊരു വെള്ളമൊക്കെ ആക്കണം. പിന്നെ ഇവൻ നമ്മളുമായിട്ട് നല്ല രീതിക്ക് തന്നെ ഇണങ്ങിയിട്ടുണ്ട് കേട്ടോ. കയ്യൊക്കെ വെക്കുമ്പോൾ ഇതുപോലെ കയ്യിലേക്ക് വന്ന് കയറുകയും അത്യാവശ്യം കുഴപ്പമില്ലാതെയൊക്കെ വരികയൊക്കെ ചെയ്യും കേട്ടോ. നമ്മൾ വരുമ്പോൾ തന്നെ ഇവന് ഫുഡിനുള്ള സമയമായിട്ടുണ്ട്. ഇവനുള്ള ഫുഡുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നതെന്ന് ഇവന് മനസ്സിലാകും കേട്ടോ. അപ്പോൾ തന്നെ ഇതുപോലെ വെള്ളത്തിൻ്റെ മുകളിലേക്ക് ഓടി വന്ന് ചാടുകയൊക്കെ ചെയ്യും കേട്ടോ. നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ മീനുകളും പിന്നെ വിരകളും ഒക്കെ ആയിട്ട് കൊടുക്കുന്നത്. ചില സമയങ്ങളിൽ പെല്ലറ്റൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. പെല്ലറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫുഡ് എടുക്കാൻ പോകാൻ പറ്റുന്ന സമയങ്ങളിലാട്ടോ നമ്മൾ പെല്ലറ്റ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇവൻ്റെ വെള്ളമൊക്കെ മാറ്റി ഇവനെ പെട്ടെന്ന് തന്നെ നമുക്ക് വെള്ളത്തിൽ ടാങ്കിലേക്ക് തന്നെ റിലീസ് ചെയ്യണം കേട്ടോ. കാരണം ഇനിയിപ്പോൾ നമ്മൾ ഇവനെ കൈകൊണ്ട് പിടിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് കുറച്ച് ചടങ്ങ് പരിപാടി കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവനെ കൈകൊണ്ടൊന്ന് എടുക്കാൻ നോക്കിയിട്ട് ഇവൻ്റെ മുള്ളൻ്റെ കയ്യിലൊന്ന് കുത്തിക്കയറിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇതുപോലുള്ള കപ്പുകളിലോ മറ്റു പാത്രങ്ങളിലോ ഇവനെ പിടിച്ചെടുത്ത് മാറ്റുക എന്നുള്ളത് മാത്രമേ നടക്കുള്ളൂ കേട്ടോ. പിന്നെ ഒത്തിരി ഇവനായിട്ട് ഓടിക്കാനും പറ്റില്ല. കാരണം 2 ദിവസമായിട്ട് ഇവൻ നമ്മുടെ അടുത്താണ് ഇണങ്ങി വന്നതേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് ഇവനായിട്ട് ഓടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ ആ ഒരു ഇണക്കം നമ്മുടെ അടുത്ത് നിന്ന് പോകുകയും